മാതാപിതാക്കളെ ആദരിക്കാത്ത വീട്, ബാപ്പാനും ഉമ്മാനും വകവെക്കാത്ത വീടാണ് നിങ്ങളുടെ വീട്ടിലെങ്കിൽ നിങ്ങൾ എത്ര കോടീശ്വരനാണെങ്കിലും നിങ്ങളാണ് ഏറ്റവും വലിയ ദരിദ്രന്മാർ. ദാരിദ്ര്യം നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ആ കോടികൾ കൊണ്ട് നിങ്ങൾക്കൊരു സന്തോഷവും മേടിക്കാൻ കഴിയില്ല. ബാപ്പാനും ഉമ്മാനും വേദനിപ്പിച്ചിട്ട് ഒരു സമാധാനവും ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഭർത്താവിനെയും ഭർത്താവിൻ്റെ ഉമ്മാനെയും തമ്മിൽ തെറ്റിച്ച് കഴിഞ്ഞാൽ ഭർത്താവ് നിങ്ങളെ പൊന്നുപോലെ നോക്കുമെന്നാണ്. വെറുതെയാണ്. എല്ലാവരുടെയും കാര്യമില്ല കേട്ടോ പറയണേ. ചിലയിടത്ത് അങ്ങനെ സംഭവിക്കുന്നതായിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും സങ്കടം പറഞ്ഞവരൊക്കെ ഉണ്ട്. വെറുതെയാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ വെറുക്കുന്ന ഭർത്താവായിട്ട് അത് മാറും. അങ്ങനെ ജീവിതത്തിൽ ഈ പ്രശ്നവും ബുദ്ധിമുട്ടുമായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകേണ്ടി വരും. വാപ്പാനും ഉമ്മാനും, ഇനി സ്വന്തം വാപ്പാനും ഉമ്മാനും നമ്മൾ കൂടുതൽ പരിഗണിക്കുക. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ഉമ്മാനും വാപ്പാനും പരിഗണിക്കുക. തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെ. ഭർത്താവിന് സ്വന്തം വാപ്പായും ഉമ്മായും തന്നെയാണ് ഭാര്യയുടെ മാതാപിതാക്കൾ. അങ്ങനെ പരസ്പരം മാതാപിതാക്കളെ ബഹുമാനിക്കുക. അവരെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബർക്കത്തും നേടാനില്ല. ഇനി ഏഴാമത്തേതോ, നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ ഇടത് കാലിന് പകരം വലത് കാല് വെച്ച് കയറുക. അതൊരു ബർക്കത്തേടാണ്. ബാത്റൂമിൽ കയറുമ്പോൾ ഏത് കാല് വെക്കണം? ഇടത് കാല് വെക്കണം. ചിലപ്പോൾ നമ്മൾ ഈ ടോയ്ലറ്റ് ആവശ്യത്തിന് പോവുകയാണെങ്കിൽ ഇടത് കാല് വെച്ച് കയറും. കുളിക്കാൻ പോവുകയാണെങ്കിൽ അതൊക്കെ മറക്കും, നമ്മൾ വലത്തേക്കാൽ വെച്ച് കയറും. ഏതാണ്ട് ബന്ധു വീട്ടിൽ പോകണ പോലെ അങ്ങ് പോകും. അങ്ങനെയല്ല, അത് പിശാചിൻ്റെ സങ്കേതമാണ്. അവിടെ ഇടത് കാല് വെച്ച് ചൊല്ലേണ്ടതൊക്കെ ചൊല്ലിയിട്ട് വേണം കയറാൻ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലത് കാല് വെച്ച് ഇറങ്ങുകയും വേണം. ഇനി എട്ടാമത്തേത്, ധരിച്ച വസ്ത്രം, നമ്മൾ ശരീരത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രം കൊണ്ട് മുഖം തുടക്കാം. പലപ്പോഴും സഹോദരിമാരാകട്ടെ പുരുഷന്മാരാകട്ടെ, പുരുഷന്മാർക്കുണ്ടത് എവിടെയെങ്കിലുമൊക്കെ പരിപാടി ചെയ്യുമ്പോഴത്തേക്ക് കൊടുത്തേക്കണം മുണ്ട് ഇങ്ങനെ പൊക്കിയിട്ട് മുഖം അങ്ങനെ തുടക്കും. കാരണവന്മാർക്കുണ്ട്, ഇപ്പോൾ ട്രെൻഡി പിള്ളേർക്കുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ സഹോദരിമാരോട് പറയട്ടെ, നിങ്ങൾ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ ഈ പെട്ടെന്ന് വിയർപ്പ് വരികയാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് തുടക്കേണ്ട ഒരു സ്വഭാവമുണ്ട്. ഒരിക്കലും അങ്ങനെ തുടക്കാൻ പാടില്ല. അതായത് ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ട് മുഖം തുടച്ചാൽ അത് ദാരിദ്ര്യത്തിന് നിമിത്തമാണെന്ന് ഇമാമിങ്ങൾ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. വെറുതെ അങ്ങനെ അങ്ങോട്ട് എഴുതി വെക്കൂലല്ലോ. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഇമ്മത്തുകളല്ലേ രേഖപ്പെടുത്തി വെക്കണത്. അപ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ട് മുഖം തുടക്കരുത്. മുഖം തുടക്കാനായിട്ട് മറ്റൊരു വസ്ത്രം ഉപയോഗിക്കാമല്ലോ. തോർത്തില്ലാത്ത വീടാണ് നമ്മുടെ വീട്, ടർക്കിയില്ലാത്ത വീടാണോ? അല്ലല്ലോ. അങ്ങനെയുള്ളത് ഉപയോഗിക്കാം. നമ്മുടെ കുട്ടികളെ അത് ശീലിപ്പിക്കാം. ഇനി ഒൻപതാമത്തേത്, ദുർഗന്ധമുള്ള വീട്. അത് പിശാചിൻ്റെ സങ്കേതമായിരിക്കും. പണ്ടൊക്കെ നമ്മളെ മഗ്‌രിബിൻ്റെ ഇടയിൽ ചന്ദനത്തിരി കത്തിക്കും, അല്ലെങ്കിൽ നല്ല അഴൂത് പുകയ്ക്കും. ഇന്നത് പതിവാക്കുക. നമ്മുടെ വീട് സുഗന്ധം ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. ഉഴുതും ചന്ദനത്തിരിയും എന്തായിക്കോട്ടെ, ഒരു പുക, നല്ലൊരു മണം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകണം. ദുർഗന്ധമാണെങ്കിൽ അത് ഒരു സമാധാനമില്ലായ്മ അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ തേടി വരും. ചിലപ്പോൾ വേസ്റ്റിൻ്റെ ആയിരിക്കും. വേസ്റ്റ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഭയങ്കര സ്മെല്ല്. അത് അല്ലെങ്കിൽ എയർ തിങ്ങിയിരുന്നിട്ട്, ചില വീട്ടിലേക്ക് കയറാൻ പറ്റില്ല, എയർ ഇങ്ങനെ തിങ്ങിയിരുന്നിട്ടെ. അങ്ങനെ ആകരുത്. അത് നമ്മുടെ മനസ്സിനങ്ങ് കുടിസാക്കി കളയും. വീട് അടച്ചുപൂട്ടിയ വീടെന്ന് പറഞ്ഞാൽ കുടിസാക്കി കളയും മനസ്സിനെ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് കൃത്യമായി ഒന്ന് എയർ പാസ്സൊക്കെ കൃത്യമാക്കുക. അതിനർത്ഥം എപ്പോഴും തുറന്നിടണമെന്നല്ല, ആവശ്യമില്ലെങ്കിൽ അടച്ചിടുക. ഇപ്പോൾ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ വാതിൽ, ഫ്രണ്ട് ഡോർ അടച്ചിടലാണ് നല്ലത്. മഗ്‌രിബായില്ലേ മോനെ വാതിലൊക്കെ അങ്ങ് തുറന്നിടുന്നല്ല, മഗ്‌രിബായില്ലേ വാതിൽ അടച്ചിടുന്ന പറയേണ്ടത്. കാരണം എന്താ? പിശാചുക്കൾ ഓടി നടക്കുന്ന സമയമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ദുർഗന്ധമുള്ള വീടാണെങ്കിൽ അത് അവിടെ ദാരിദ്ര്യം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഇനി പത്താമത്തേത്, നമ്മൾ പാത്രങ്ങൾ കഴുകാതെ കൂട്ടിയിടുന്നൊരു പതിവുണ്ട് ഇല്ലേ? രാത്രി കഴിക്കും, ഇനിയിപ്പോൾ ഏതായാലും രാവിലെ കഴുകുക. അങ്ങനെ മടി നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കും, പിശാച് തോന്നിപ്പിക്കും. അങ്ങനെ കഴുകാതെ ഇട്ടാൽ എന്ത് സംഭവിക്കും? അത് പതിവായി കഴിഞ്ഞാൽ ദാരിദ്ര്യം വന്നു ചേരും. വല്ലപ്പോഴും ഒരിക്കൽ വയ്യാത്ത സമയം, അല്ലെങ്കിൽ മെൻസ്ട്രൽ പെയിൻ ആണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണ്, ശാരീരികമായൊരു മറ്റൊരു ബുദ്ധിമുട്ട് വന്നു, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് പതിവായി ഇങ്ങനെ ചെയ്യുന്നവർക്ക് ദാരിദ്ര്യം വന്നു ചേരും അത്ര. ഇനി 11ാമത്തെ എന്താ? വസ്ത്രങ്ങൾ വൃത്തിയാക്കാതെ കൂട്ടിയിടുക. പാത്രങ്ങൾ പോലെ തന്നെ ഈ അഴുക്കായ വസ്ത്രങ്ങൾ ഉപയോഗിക്കാതെ നമ്മളിങ്ങനെ അഴുക്കായി കഴുകാനിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ അത് വെറുതെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുക, കഴുകാതെ ഇങ്ങനെ കൂട്ടിയിടുക. അതും ഒരു ബറക്കത്തുകേടാണെന്നാണ്. ഇനി 12ാമത്തേത്, ഭക്ഷണം വേസ്റ്റാക്കുക. ഭക്ഷണം വേസ്റ്റാക്കുക. നമ്മുടെ കൂട്ടത്തിൽ ധാരാളം ആളുകളുണ്ട് അങ്ങനെ ഭക്ഷണം വേസ്റ്റാക്കുന്ന ആളുകൾ. ഒരു 10